കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രംപിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ട്രംപ് ഉയർത്തിപ്പിടിച്ചത് LGBT ഫോർ ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൈഡ് ഫ്ലാഗ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ സൊസൈറ്റിയിൽ അത് അത്രയും നോർമൽ ആയിരുന്നു. പക്ഷേ ആ സൊസൈറ്റി മുന്നോട്ട് പോയപ്പോൾ ഇത്തരം പോളിസികൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ കൊണ്ട് സമൂഹം തകരുന്നു എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരിഞ്ഞു നടക്കൽ മാത്രമാണ് നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ട്രംപിന്റെ പോളിസികൾ നിശ്ചയിക്കുന്നത് ഇലോൺ മസ്ക് പോലെയുള്ള ആളുകളാണ്. ഇലോൺ മസ്ക് എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു ചിന്തിച്ചു? ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ പക്ക ലിബറൽ ആയിരുന്നു, ഇതിനുവേണ്ടിയൊക്കെ വാദിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. പക്ഷേ ഇലോൺ മസ്കിന് സ്വന്തം വീട്ടിൽ ഒരു അനുഭവം ഉണ്ടായി, സ്വന്തം മകൻ മകളായി. ഈ പൊളിറ്റിക്സിന്റെ ഒക്കെ സ്വാധീന പ്രകാരം സ്വന്തം മകൻ മകളായപ്പോഴാണ്, സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോഴാണ് മൂപ്പർക്ക് എന്ത് ചെയ്തത്, ഇതിന്റെ അപകടം മനസ്സിലായത്. അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, ഐ എം വേജിംഗ് വാർ അഗൈൻ ഈ ജെൻഡർ പൊളിറ്റിക്സ്. ഞാൻ ഈ ജെൻഡർ പൊളിറ്റിക്സിനെതിരായി ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് ഇലോൺ മസ്ക് പ്രഖ്യാപിക്കുക. അതിന്റെ തുടർച്ചയായിട്ടാണ് എന്ത് ചെയ്തത്, അമേരിക്കയിൽ വലിയൊരു പോളിസി ചെയ്തിട്ടുണ്ടാവുന്നതും. As of today, it will henceforth be the official policy of the United States government that there are only two genders, male and female. ഇതിന്റെ ഒരു ഡെപ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇന്ത്യ അടക്കമുള്ള തേർഡ് വേൾഡ് കൺട്രീസ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലെ എല്ലായിടത്തേക്കും ഈ LGBT കയറ്റി അയച്ച രാജ്യമാണ് അമേരിക്ക. എന്ന് വെച്ചാൽ എയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ, US എയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ LGBT പോളിസി അംഗീകരിക്കണം, നിങ്ങൾ അവിടെ അത് നടപ്പിലാക്കണം, നിങ്ങളുടെ ആരോഗ്യ സംഘടനകൾ അത് അതിനനുസരിച്ച് മാറ്റണം എന്ന്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ എയ്ഡ് കിട്ടില്ല, ഞങ്ങളുടെ ധനസഹായം കിട്ടില്ല എന്ന് പറഞ്ഞ് ലോകമൊട്ടുക്കും ഈ LGBT അജണ്ട കയറ്റി അയച്ച രാജ്യം കഴിഞ്ഞ മാസം പറയാനുണ്ട്, there are only two genders. അതാണ് ഒഫീഷ്യൽ പോളിസി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് അവർ അതിന്റെ പ്രത്യാഘാതങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടുള്ള ഒരു കാരണം. പ്രത്യേകിച്ചും ഈ റൈറ്റ് വിംഗുകാർ, ഇപ്പൊ ഇലോൺ മസ്ക് ആകട്ടെ, ട്രംപ് ആകട്ടെ, ഋഷി സുനക് ആകട്ടെ, അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഉള്ള റൈറ്റ് വിംഗുകാരാകട്ടെ, അവരൊക്കെ അൾട്ടിമേറ്റ്ലി അവർ നിലനിൽക്കുന്നത് ദേശീയതയിൽ അധിഷ്ഠിതമായിട്ടാണ്. രാജ്യം നിലനിൽക്കണം, സൊസൈറ്റി നിലനിൽക്കണം എന്നുള്ള, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. രാജ്യം നിലനിൽക്കണം, സൊസൈറ്റി നിലനിൽക്കണം എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു സൊസൈറ്റിയുടെ ഡീജനറേഷൻ ആണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കാരണമാകുന്നത്. അതുകൊണ്ട് ഇനി പിന്നെ വളരെ കൃത്യമായിട്ട് ഔട്ട്റൈറ്റ് ആയിട്ട് എലോൺ മസ്ക് ഒക്കെ പറഞ്ഞിട്ട്, ഈ വോക്ക് അജണ്ടകളുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യൂറോപ്പ് തകരും, അമേരിക്ക തകരും, അമേരിക്കയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അതുകൊണ്ട് ഈ സൊസൈറ്റിയെ തകർക്കുന്ന ഈ ആശയങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ അതൊക്കെ തിരിച്ചറിഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോഴും ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, പുതുതായി ടെക്സ്റ്റ് ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്.